Supply of money. The aggregate supply of money in a community at any time is the sum of money stock of all the members of the society. Money supply എന്ന് പറയുന്നത് aggregate supply of money in a community at any time is the sum of money stock. സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ടോട്ടൽ മണി സ്റ്റോക്കിനാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് മണി സ്റ്റോക്ക് ഓഫ് all the members of the society. Equilibrium rate of interest. The rate of interest is determined by the demand for money and supply of money. Rate of interest തീരുമാനിക്കുന്നത് ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും ആണ്. Equilibrium rate of interest is fixed at that point where supply of and demand for money are equal. Equilibrium rate of interest is fixed. Equilibrium rate of interest is fixed at the point where supply of and demand for money equal ആകുന്ന പോയിന്റിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആകുന്നത്. ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഹൈ, pupils' demand for money is low. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ബാങ്കിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ ആളുകൾ പൈസ മുഴുവൻ ബാങ്കിൽ കൊണ്ടിടും. അപ്പോൾ കയ്യിൽ വെക്കുന്നത് കുറവായിരിക്കും, ലിക്വിഡിറ്റി പ്രിഫറൻസ് കുറവായിരിക്കും. ദി ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫങ്ഷൻ or demand curve starts that when interest rate falls, interest rate കുറയുമ്പോൾ the demand to hold money increases. interest rate കുറയുമ്പോൾ ആൾക്കാർ കൈവശം വയ്ക്കുന്ന പണത്തിൻ്റെ അളവ് കൂടുന്നു. and when interest rate rises, interest rate കൂടുമ്പോൾ demand for money diminishes. interest rate കൂടുമ്പോൾ demand for money കുറയും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ആളുകൾക്ക് ബാങ്കിൽ പൈസ ഇടുകയാണ് നല്ലത്. അപ്പോൾ ഇത് ഡയഗ്രമാണ് ഇക്ലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ മണി സപ്ലൈയും ഡിമാൻഡ് ഫോർ മണിയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് ഇക്ലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാം മണി സപ്ലൈ കർവ് വൈ ആക്സിസിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കർവാണ് മണി സപ്ലൈ കർവ്. ഡിമാൻഡ് കർവ് രണ്ട് കർവ് തുല്യമാകുന്ന പോയിന്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിച്ചു. ഇവിടെ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ഓഫ് മണിയും വൈ ആക്സിസിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഫിക്സഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മണി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി. നെക്സ്റ്റ് ഈസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് interest. Speculative demand for money and ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണി ഇസ് ഈക്വൽ ടു ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിനിമം. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഊഹക്കച്ചവടത്തിന് വേണ്ടിയുള്ള പണം, അതിന് കൈവശം വെക്കുന്നത്, അതിനാണ് speculative demand for money and rate of interest. So where R എന്ന് പറയുന്നത്, ഈ ഇക്വേഷനിൽ R എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. R മാക്സ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. R മിനിമം എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും R മാക്സ് എന്ന് പറയുന്നത് മാക്സിമം മാർക്കറ്റ് റേറ്റ്, R മിനിമം എന്ന് പറയുന്നത് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ്. Next is liquidity trap. Liquidity trap is a situation where market rate of interest reaches R minimum. The speculative demand curve will be parallel to x-axis. ഇവിടെ ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്ക് കാണാം. ഈ ലിക്വിഡിറ്റി ട്രാപ്പിൽ ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അവിടെ എക്സ് ആക്സിസിന് പാരലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ആ കർവ് ആയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്. ആ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമമായി, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം,
the speculative demand curve will be parallel to x-axis. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമത്തിലേക്ക് എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എക്സ് ആക്സിസിന് പാരലൽ ആവും. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്. നെക്സ്റ്റ് ഈസ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. The commercial banks serve as the kingpin of the financial system of the country. They render many valuable services. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്: പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ മെയിനായിട്ട് 2 ഫങ്ഷനാണ് ഉള്ളത്. പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ലോൺ അഡ്വാൻസിങ് ഓഫ് ലോൺ കൊടുക്കുക, ക്രെഡിറ്റ് ക്രിയേഷൻ. ഇത് 3ഉമാണ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻ. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, അഡ്വാൻസിങ് ലോൺസ്, ക്രെഡിറ്റ് ക്രിയേഷൻ. നെക്സ്റ്റ് ഈസ് സെക്കൻഡറി ഫങ്ഷൻ. സെക്കൻഡറി ഫങ്ഷൻ 2 ഫങ്ഷനാണ്. ഒന്ന് ഏജൻസി ഫങ്ഷൻ, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഏജൻസി ഫങ്ഷൻ, കൊമേഴ്സ്യൽ ബാങ്ക് ഏജൻസി ഫങ്ഷൻ നടത്തുന്നുണ്ട്. പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസ്, കുറേ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. acceptance of deposit. Number 1, time deposit. These are deposit repayable after a certain fixed period. These deposits are not withdrawn able by check, draft or by other means. Example, fixed deposit, recurring deposit and cash certificates. അപ്പോൾ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വർഷത്തേക്ക്, ഇപ്പോൾ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ട് ഇടുന്ന ഡെപ്പോസിറ്റാണ്. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ റീപേബിൾ ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം. ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റൂ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. ദീസ് ഡെപ്പോസിറ്റ് ആർ നോട്ട് വിഡ്രോൺ ഏബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ ബൈ അതർ മീൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് എഴുതി കൊടുത്താലോ DD എടുത്താലോ ഒന്നും ആ പൈസ എടുക്കാൻ പറ്റില്ല. Next is demand deposit. These are the deposit which may be withdrawn by the depositor at any time without previous notice. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പൈസ പോയി എടുക്കാം. ഇറ്റ് ഈസ് വിഡ്രോൺ ഏബിൾ ബൈ ചെക്ക് ഓർ ഡ്രാഫ്റ്റ്. എക്സാമ്പിൾ സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്. അപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമുക്ക് ചെക്ക് DD ഒക്കെ എടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ ബാങ്കിൽ പോയി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് പ്രൈമറി ഫങ്ഷൻ. ഏജൻസി അഡ്വാൻസിങ് ഓഫ് ലോൺ. അടുത്ത പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്ന ലോൺ, അഡ്വാൻസിങ് ഓഫ് ലോൺ. അപ്പോൾ ദ കൊമേഴ്സ്യൽ ബാങ്ക് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻ വേരിയസ് ഫോംസ്. ദേ ആർ ഗിവൺ ബിലോ. കൊമേഴ്സ്യൽ ബാങ്ക് ലോണ് പലതരത്തിലുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. നമ്പർ 1, ഓവർ ഡ്രാഫ്റ്റ്. നമ്പർ 2, ക്യാഷ് ക്രെഡിറ്റ്. നമ്പർ 3, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ആൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഹൗസിംഗ് ഫിനാൻസ്, എഡ്യൂക്കേഷൻ ലോൺ സ്കീം, loans against shares or securities, loans against savings certificates, commercial loans, consumer loans and advances, consumer loan and advances. അപ്പോൾ പലതരത്തിലുള്ള ലോണ്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ലോൺ കൊമേഴ്സ്യൽ ബാങ്ക് കൊടുക്കും. ഇനി ഹൗസിംഗ് ഫൈനാൻസ്, വീട് പണിയാൻ. അതേപോലെ ലോൺ അഗൈൻസ്റ്റ് ഷെയർ ആൻഡ് സെക്യൂരിറ്റീസ്. അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് വൺ ഓഫ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷനാണ്. വെൻ എ ബാങ്ക് സാങ്ഷൻ എ ലോൺ ടു ദി കൺസ്യൂമർ, ഇറ്റ് ഡസ് നോട്ട് ഗീവ് ക്യാഷ് ടു ഹിം. when a bank sanction a loan, ഒരു ബാങ്ക് ലോൺ സാങ്ഷൻ ആക്കിയാൽ it does not give cash to him, but the amount is credited to his account. He will withdraw the money whenever he needs. Thus, whenever a bank sanctions a loan, it creates a deposit. In this way, the bank increases the money supply of the economy. Such function is known as credit creation. ഇപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷനാണ്.
വെൻ എ ബാങ്ക് സാങ്ഷൻ എ ലോൺ ടു ദ കസ്റ്റമർ, ഒരു കസ്റ്റമറിന് ബാങ്ക് ഒരു ലോൺ സാങ്ഷൻ ആക്കിയാൽ അപ്പോൾ ഉടനെ പൈസ കൊടുക്കുകയല്ലേ ചെയ്യണത്, മറിച്ച് ബട്ട് ദി എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീ ക്യാൻ വിഡ്രോ ദ മണി വെൻ ഹീ നീഡ്സ്, അപ്പോൾ എപ്പോഴാണ് പൈസ ആവശ്യമെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ വെന്നെവർ എ ബാങ്ക് സാങ്ഷൻ എ ലോൺ ഇറ്റ് ക്രിയേറ്റ്സ് എ ഡെപ്പോസിറ്റ്, എപ്പോൾ ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ അവിടെ മണി സപ്ലൈ കൂടുന്നു, ക്രെഡിറ്റ് ക്രിയേഷൻ നടക്കുന്നു. ഇനി സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏജൻസി ഫങ്ഷൻസ് ആണ്. അപ്പോൾ പല ബാങ്കിൻ്റെ കളക്ഷൻ ഓഫ് ചെക്ക്, ഡിവിഡൻസ് ആൻഡ് ഇൻട്രസ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ആക്ട് ആസ് ട്രസ്റ്റി, എക്സിക്യൂട്ടർ, attorney, etc., act as correspondent, preparation of income tax returns. അപ്പോൾ ഒത്തിരി ഏജൻസി ഫങ്ഷൻസ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ബാങ്കിൻ്റെ ചെക്ക് കളക്ട് ചെയ്ത്, അതേപോലെ ഇൻഷുറൻസ് പ്രീമിയം, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിങ്സ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, അങ്ങനെ ഒത്തിരി ഏജൻസി ഫങ്ഷൻസ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ സെക്കൻഡറി ഫങ്ഷൻ, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. എന്തൊക്കെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്? സേഫ്റ്റി, ലോക്കർ ഫെസിലിറ്റി, ലോക്കർ ഫെസിലിറ്റി കൊടുക്കും. ഇപ്പോൾ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കാനായിട്ട് ലോക്കർ ഫെസിലിറ്റി കൊടുക്കും. പേയ്മെൻറ്റ് മെക്കാനിസം ഓർ മണി ട്രാൻസ്ഫർ, മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സർവീസ് ചെയ്യും. സർക്കുലർ നോട്ട്സ്, circular letters of credit, travelers checks and credit cards, letters of credit, acting as referees, provides trade information, ATM facilities, gift check, accepting bill, merchant banking, advice of financial matters. അപ്പോൾ അങ്ങനെ ഒത്തിരി ജനറൽ യൂട്ടിലിറ്റി സർവീസസും കൊമേഴ്സ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. ATM ഫെസിലിറ്റിയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് നമ്മളിപ്പോൾ പഠിച്ചത് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നെക്സ്റ്റ് ഈസ് സെൻട്രൽ ബാങ്ക്. നെക്സ്റ്റ് ഈസ് സെൻട്രൽ ബാങ്ക്, an apex body that controls, operates, regulates and directs the entire banking and monetary structure of the country is called Central Bank of the country. In India, Reserve Bank of India is the Central Bank of India. An apex body, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്. മറ്റുള്ള ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ റിസർവ് ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI, റിസർവ് ബാങ്കാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കറൻസി അതോറിറ്റി ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂ, കറൻസി ഇഷ്യൂ ചെയ്യുന്നു. ബാങ്കർ ടു ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് സൂപ്പർവൈസർ, ബാങ്കുകളുടെ ബാങ്കും സൂപ്പർവൈസറും. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ഏറ്റവും ലാസ്റ്റ് അന്തിമമായിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന ബാങ്ക്. ക്ലിയറിംഗ് ഹൗസ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കസ്റ്റോഡിയനാണ്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. ഇനി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻ പോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. കറൻസി അതോറിറ്റി ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂ ആണ്. അപ്പോൾ മണി ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഇസ് ദ സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസി ഇൻ ദ കൺട്രി. രാജ്യത്തെ മണി സപ്ലൈ ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഈസ് ഒബ്ലൈഡ് ടു ബാക്ക് ദ കറൻസി വിത്ത് അസറ്റ് ഓർ ഈക്വൽ വാല്യൂ, യൂഷ്വലി ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ബില്യൻസ്, ഫോറിൻ സെക്യൂരിറ്റീസ് എക്സെട്ര. അപ്പോൾ സെൻട്രൽ ബാങ്ക് is a sole authority to issue currency in the country.
Next is banker to the government. Government-ന്റെ bank. As a banker, it carries out all banking business of the government. അപ്പോൾ as a banker എന്ന രീതിയിൽ ഇറ്റ് ക്യാരീസ് ഔട്ട് ഓൾ ബാങ്കിങ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബാങ്കിങ് ബിസിനസ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൻഡ് മെയിൻറ്റെയിൻസ് കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഫോർ കീപ്പിംഗ് ക്യാഷ് ബാലൻസ് ഓഫ് ദി ഗവൺമെൻറ്. accept a receipt and make payment for the government. It also give loan and advances to the government. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് ജോലി ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ബാങ്കേഴ്സ് ബാങ്ക് ആൻഡ് സൂപ്പർവൈസർ. ബാങ്കുകളുടെ ബാങ്ക് ആൻഡ് അവരെ സൂപ്പർവൈസ് ചെയ്യുന്നു. ആക്ട് ആസ് എ ബാങ്കർ ടു അതർ ബാങ്ക്. Act as a banker to other bank in the country and control the working of other bank. Act as a banker to other bank in the country and control the working of other bank. It also check the accounts of other banks and give suggestions for smooth functioning of banking sector of the country. മറ്റുള്ള ബാങ്കിൻ്റെ വർക്കുകൾ, ബാങ്കിൻ്റെ നല്ല സജഷൻ കൊടുക്കാനും സ്മൂത്തായിട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യാം അങ്ങനെയുള്ള സജഷൻസും ഒക്കെ കൊടുക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. വെൻ കൊമേഴ്സ്യൽ ബാങ്ക് ഫെയിൽ ടു meet their financial requirements from other sources, they approach central bank which give loans and advances. കൊമേഴ്സ്യൽ ബാങ്ക്സ് ൻ്റെ കയ്യിൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആവശ്യത്തിനില്ലെങ്കിൽ പിന്നെ കൊമേഴ്സ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിനെ അടുത്ത് പോയി ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. നെക്സ്റ്റ് ഈസ് ക്ലിയറിംഗ് ഹൗസ്. സിൻസ് സെൻട്രൽ ബാങ്ക് ഹോൾഡ് the cash reserve. Since central bank holds the cash reserve, the commercial bank, it is easier and more convenient to act as clearing house of commercial banks. ഇപ്പോൾ ക്ലിയറിംഗ് ഹൗസായിട്ട് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ക്ലിയറിംഗ് ഹൗസായിട്ട് അങ്ങനെയുള്ള വർക്കുകളും ചെയ്യുന്നു. സിൻസ് സെൻട്രൽ ബാങ്ക് ഹോൾഡ് ദ ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ റിസർവ് സെൻട്രൽ ബാങ്കിലാണ്. ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് മോർ കൺവീനിയൻറ്റ് ടു ആക്ട് ആസ് ക്ലിയറിംഗ് ഹൗസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഇസ് എ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ആ റിസർവ് ഒക്കെ സൂക്ഷിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ആക്ട്സ് ആസ് കസ്റ്റോഡിയൻ ഓഫ് കൺട്രീസ് സ്റ്റോക്ക് ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് reserves. So central bank act as a custodian of countries stock of gold and foreign exchange reserve. It helps in stabilizing the external value of money and maintaining favorable balance of payment in the economy. മണിയുടെ എക്സ്റ്റേണൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒക്കെ ഫേവറബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമെല്ലാം സെൻട്രൽ ബാങ്കാണ്. കൺട്രോളർ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. Controller of money supply and credit. Central Bank or RBI plays an important role during the time of economic fluctuations. Central Bank or RBI plays an important role during the time of economic fluctuation. It influences the money supply through quantitative and qualitative instruments. Former refers to the volume of credit and the later refers to regulate the direction of credit. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓർ RBI plays an important role. ഇപ്പോൾ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻ, ഇക്കോണമിയിൽ ഡിപ്രഷനും പ്രോസ്പെറിറ്റിയും ഒക്കെ വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ ടൈമിൽ സെൻട്രൽ ബാങ്ക് ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നു. ഇറ്റ് ഇൻഫ്ലുവൻസ് ദ മണി സപ്ലൈ ത്രൂ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്.
സെൻട്രൽ ബാങ്കിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് മണി സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫോർമർ റെഫേഴ്സ് ടു ദ വോളിയം ഓഫ് ക്രെഡിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്രെഡിറ്റും ലേറ്റർ റെഫേഴ്സ് ടു റെഗുലേറ്റ് ദി ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ്. രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്രെഡിറ്റിൻ്റെ ഡയറക്ഷൻ റെഗുലേറ്റ് ചെയ്യാനും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്.